അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരി ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ്. അപ്പോൾ ഇതിനായിട്ട് 2 ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ക്രോസ് ആയിട്ട്. ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് സ്റ്റാർട്ടിങ്ങിൽ മാത്രം മതി, നമുക്കൊന്ന് പ്രാക്ടീസ് ആയാൽ പിന്നെ ഇങ്ങനൊരു ക്രോസ് ആയിട്ട് വരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഫസ്റ്റ് താഴെ നിന്ന് ത്രെഡ് എടുത്തിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുത്തു. അതിനുശേഷം മീദത്തെ ലൈനിലേക്കൊരു ലോങ് സ്റ്റിച്ച് ചെയിൻ ഇട്ട് കൊടുക്കുക, അതിനടുത്ത് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കിലേക്കൊരു ഷോർട്ട് ചെയിൻ കൊടുക്കുക, തൊട്ടടുത്ത് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി താഴത്തെ ലൈനിലേക്ക് പോവാം. അവിടെ നമുക്കൊരു ലോങ് ചെയിൻ ഇട്ടതിന് ശേഷം തൊട്ടടുത്ത് ലോക്ക് സ്റ്റിച്ച്. ഇനി ബാക്കിലേക്കൊരു ഷോർട്ട് ചെയിൻ കൊടുക്കുക, അതിൻ്റെ തൊട്ടടുത്ത് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ലോക്ക് സ്റ്റിച്ച് ഇടാൻ മറക്കരുത്. നമ്മൾ ലോക്ക് സ്റ്റിച്ച് ഇടാതെയാണ് ഇതുപോലെ ചെയിൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറും, അതായത് ആ ഒരു ചെയിന് ലൂസായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ലോക്ക് സ്റ്റിച്ച് ഇട്ട് വേണം അടുത്ത സ്റ്റിച്ചിലേക്ക് പോകാനായിട്ട്. ബാക്കിലേക്ക് ചെയിൻ സ്റ്റിച്ച് എടുക്കുക, ഷോർട്ട് ചെയിൻ എടുക്കുക, അതിൻ്റെ അടുത്ത് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി താഴത്തെ ലൈനിലേക്ക് നമുക്കിതുപോലെ ഒരു ലോങ് ചെയിൻ കൊടുക്കുക, തൊട്ടടുത്ത് തന്നെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. വീണ്ടും ബാക്കിലേക്ക് ഷോർട്ട് ചെയിൻ കൊടുക്കുക, അതിൻ്റെ തൊട്ടടുത്ത് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഫില്ലിംഗ് സ്റ്റിച്ച് അല്ല, നമ്മൾ ബോർഡർ സ്റ്റിച്ച് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഷോളിൻ്റെ ബോർഡറിലും കരഭാഗത്ത് ബോർഡർ കൊടുക്കാനും അതുപോലെ തന്നെ സ്ലീവിൻ്റെ ബോർഡറൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട്, അതായത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കണ്ടില്ലേ, ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് സ്റ്റോണോ അല്ലെങ്കിൽ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി അതിനെ ഗ്രാൻഡാക്കി കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് ഞാനൊന്ന് സ്പീഡ് കൂട്ടുന്നുണ്ട്. ഫസ്റ്റ് ലോങ് ചെയിൻ കൊടുക്കുക, അതിനുശേഷം തൊട്ടടുത്ത് ലോക്ക് സ്റ്റിച്ച്, പിന്നെ ബാക്കിലേക്ക് നമ്മൾ ഷോർട്ട് ചെയിൻ കൊടുത്തിട്ട് തൊട്ടടുത്ത് ലോക്ക് സ്റ്റിച്ച്. ഇത്രയേ ഉള്ളൂ. ഇത് സിൽക്ക് ത്രെഡിലും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ സരി ത്രെഡിൽ മാത്രമല്ല സിൽക്ക് ത്രെഡിലും പ്രാക്ടീസ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതിൻ്റെ ലാസ്റ്റിൽ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുക.